ഹലോ നമസ്കാരം. വാങ്ങ ഉட்காருங்க. எப்படி இருக்கு? സൗഖ്യമാ? പടക്കളം കണ്ടു. ഞാൻ പോയ തിയേറ്ററിലൊന്നും തീരെ ആളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല ശാന്തമായി ഇരുന്നിട്ടാണ് ഈ ഒരു സിനിമ കണ്ടത്. ചിലപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കും ആൾ കുറവ്. അഭിപ്രായങ്ങളൊക്കെ വരുന്നതിനനുസരിച്ചിട്ട് ഇനി ആളുകൾ കയറുകയായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നൈസായിട്ടുള്ളൊരു സിനിമ, നല്ലൊരു സിനിമ. ഇതാണ് വളരെ ചുരുക്കത്തിൽ സിമ്പിളായിട്ട് പറയാനുള്ളത്. നൈസായിട്ടുള്ളൊരു സിനിമ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓണസ്റ്റ്ലി വെറുതെ പറയുന്നതല്ല, തമാശയ്ക്ക് വേണ്ടി പറയുന്നതല്ല. പടക്കെന്ന് കമ്പനിയിൽ ഇടേണ്ടി വരുമോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. പടക്കളം എന്നാണല്ലോ പേര്. അപ്പോൾ പടക്കം, നല്ല പ്രാസമുണ്ട്, അപ്പോൾ ചേരുന്നൊരു ക്യാപ്ഷൻ ആയി എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം പടം തുടങ്ങി കുറച്ചു നേരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, വർക്കാവുന്നില്ല. അങ്ങോട്ട് സിനിമയിലേക്ക് ഇന്നാവാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെട്ടു. പക്ഷേ വെറുതെ ആയിരുന്നു. കുറച്ചു നേരം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അങ്ങോട്ട് സെറ്റായി, നൈസായി, നല്ല രസമായിട്ടാണ് പിന്നെ ഈ ഒരു സിനിമ കണ്ടു തീർത്തത്. ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. ഇതിൻ്റെ ഒരു ജോണർ എന്ന് പറയുന്നത് സൂപ്പർ നാച്ചുറൽ കോമഡി ഡ്രാമ, അങ്ങനെ ഒരു ജോണറിൽ പെടുന്നൊരു സിനിമയാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു ജോണറാണ്. വർക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്നൊരു ഒരു 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 പരിപാടിയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്തൊക്കെയാണ് ഇവർ കാണിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ലോജിക്കുക എന്നുള്ള രീതിയിലൊക്കെ തോന്നിപ്പോവും ഇത് വർക്കായില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതെന്തായാലും പണി വാളിയിട്ടില്ല, നൈസായിട്ടുള്ളൊരു സിനിമ. കോമഡി ഉണ്ട് കേട്ടോ. കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിപ്പിച്ചു അങ്ങനെയല്ല. ഇതൊരു ഒരു ഒരു രസകരമായ സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ, അങ്ങനൊരു കൈൻഡ് ഓഫ് ഫീലാണ് എനിക്ക് ആക്ച്വലി ഇതിൻ്റെ അകത്ത് പല സീനുകൾ കണ്ടപ്പോഴൊക്കെ ആക്ച്വലി തോന്നിയത്. സോ കോമഡി എന്ന് പറയുമ്പോൾ പൊട്ടിച്ചിരിയല്ല, ബട്ട് സംഗതി ഈസ് ദ രസമാണ് ഇതിങ്ങനെ കണ്ടിരിക്കാൻ. സോ നിങ്ങളിത് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. സൂപ്പർ നാച്ചുറൽ കോമഡി ജോണറിൽ പെടുന്നൊരു സിനിമയാണ്. നിങ്ങൾ മറ്റേ ലോജിക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഓഡിയൻസ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഈ ഒരു ജോണറിനെ കുറിച്ച് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത, അല്ലെങ്കിൽ ഈ ജോണറിനെ കുറിച്ച് അത്ര ബോധേഡ് അല്ലാത്ത, കൺസേൺ അല്ലാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ. സോ അവർക്കിത് എങ്ങനെ വർക്ക് ആവും എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് ഇതാണ് പരിപാടി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി ഗുഡ് എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് സിനിമ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ കുറച്ച് നേരം അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് ഇത് ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഭയങ്കരമായിട്ട് എൻഗേജിങ് ആയിട്ടാണ് സിനിമ പോയത്. മറ്റേ ഇതിഹാസം എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലേ, മറ്റേ ഷൈൻ ടോം ഒക്കെ അഭിനയിച്ചത്. അതിൽ മറ്റേ ബോഡി സ്വാപ്പിംഗ് പരിപാടികളൊക്കെയാണ്. അത് ആയവരാണോ നിങ്ങൾ ആക്ച്വലി? ഇതും ഏകദേശം അതുപോലൊരു പരിപാടിയൊക്കെയാണ്, ബോഡി സ്വാപ്പും പരിപാടിയൊക്കെയാണ്. അത് നല്ല രസകരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, നിങ്ങളെന്തായാലും കണ്ടു നോക്ക്. നല്ല രസമുണ്ടായിരുന്നു പടം. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സന്ദീപ് പ്രദീപ് എന്ന് പറഞ്ഞൊരു ചങ്ങാതി ഉണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും, മറ്റേ ജിംഖാനയിലൊക്കെ ഉണ്ട്. ഫാലിമീർ പുള്ളിയല്ലേ? ഫാലിമീർ പുള്ളിയാണ്. അതെ, പുള്ളി നല്ല കിടിലം പെർഫോമൻസ് കേട്ടോ. നല്ല ഭാവിയുള്ളൊരു ആർട്ടിസ്റ്റാണ് പുള്ളി. നല്ല ഗംഭീരമായിട്ട് ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ബോഡി സ്വാപ്പ് പരിപാടി വരുന്ന സമയത്ത് ഉണ്ടാവുന്ന പുള്ളിയുടെ പെർഫോമൻസും ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡും പരിപാടികളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കിടിലനായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അത് പുള്ളിയുടെ കാര്യം ഞാൻ എടുത്തു പറയാൻ കാരണം പുള്ളിയെക്കുറിച്ച് ഞാൻ അതിന് മുമ്പൊന്നും സംസാരിച്ചിട്ടില്ല. സോ ഞാൻ ഇതിൻ്റെ അകത്ത് എടുത്തൊന്ന് പറഞ്ഞത് മാത്രം. പിന്നെ ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യമൊക്കെ അറിയാമല്ലോ, ഷറഫുദ്ദീൻ, സുരാജ് വെഞ്ഞാറമൂട് ഒക്കെയാണ്. അവരവരുടെ ഭാഗം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, ഗംഭീരമായിരുന്നു. സോ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരും നൈസായിട്ടുണ്ട്, ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു സിനിമയെക്കുറിച്ച് പറയാൻ. നൈസായിട്ടുള്ളൊരു പടം, സൂപ്പർ നാച്ചുറൽ കോമഡി ജോണറിൽ പെടുന്ന ഒരു നല്ല സിനിമ. കണ്ട് ആസ്വദിച്ച് സുഖമായി ഇറങ്ങി വരാൻ വേണ്ടി പറ്റുന്നൊരു കൈൻഡ് ഓഫ് സിനിമയാണ്. ഡീസൻ്റ് ആയിട്ടുള്ളൊരു സിനിമ, നീറ്റായിട്ട് തന്നെ അവർ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ഒരു കൈൻഡ് ഓഫ് സിനിമയൊന്നും അല്ലത്. ഭയങ്കര സീരിയസ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയല്ല, രസം, ഒരു ഫാൻറ്റസി കൈൻഡ് ഓഫ് സിനിമയാണത്. അപ്പോൾ അങ്ങനെയുള്ള ജോൺറ അല്ലെങ്കിൽ ഫാൻറ്റസി സൂപ്പർ നാച്ചുറൽ കൈൻഡ് ഓഫ് ജോൺറേസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എടുത്ത് പറയേണ്ടത്, ഈ സിനിമയുടെ അവസാനം ഒരു പാട്ടൊക്കെ വരുന്നുണ്ട്, പാട്ടും ഡാൻസും. ആ ഒരു പാട്ട് വരുന്ന സമയത്ത് അവരുടെ സീന് പ്ലേസ് ചെയ്തിരിക്കുന്നതൊക്കെ നല്ല രസമായിരുന്നു കാണാനൊക്കെ. പിന്നെ നിരഞ്ജന എന്ന് പറഞ്ഞ പുള്ളിക്കാരുടെ ഡാൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതും കൂടിയും പറയണമല്ലോ. അപ്പോൾ പിന്നെ സാഫ് ബോയ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ അരുൺ പ്രദീപ്, ഇവരുടെയൊക്കെ പരിപാടികളൊക്കെ നൈസായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇവർ ഒരുമിച്ചിരുന്നിട്ട് ഉള്ള കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. തുടക്കം
അങ്ങനത്തെ കുറച്ച് സീനുകളൊക്കെ ആക്ച്വലി ഉണ്ട്. എനിക്കിത് ഇവർ പറഞ്ഞ കോമഡി ഒന്നും വർക്കാവാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഫസ്റ്റത്തെ കുറച്ച് നേരം അങ്ങനെ വർക്കാകുന്നില്ല. ഇവരെന്തൊക്കെയോ പറയണേ ഇങ്ങനെ സാധനമൊക്കെ ആയിരുന്നു, പൊട്ടി പടക്കായി എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഓക്കെ ആയി, പിന്നെ അത് കഴിഞ്ഞിട്ട് സെറ്റായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റായി. അപ്പോൾ ഇതാണ് എൻ്റെ ഓവറോൾ റിവ്യൂ. ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.